അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. അഖിലർക്കെന്നും ആശ്രയമായി IMSൽ വാഴുന്ന വിമലാംബികെ നിന്നെ വാഴ്ത്തുന്നു. ഓ കന്യാംബികെ നിൻ സ്തുതികൾ പാടുന്നു. അമലമനോഹരിയായി വാഴും അമ്മേ മാതാവേ, സുതരിവരൊന്നായി പാടുന്നു നിൻ സ്തുതിഗീതങ്ങൾ. വേദനയാൽ ആകുലരായി തളരുമ്പോൾ IMS അമ്മേ സുരതാരകറാണി, ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ. മനുഷ്യ ജീവിതത്തിൽ രോഗവും ക്ഷീണവും തളർച്ചയും വിഷമവും സങ്കടവും ഒക്കെ ഉണ്ടാകും. ഈശോ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിങ്ങനെയാണ്, ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഭൂമിയിൽ നിങ്ങൾക്ക്, പക്ഷേ ഭയപ്പെടണ്ട, കാരണം ഞാൻ ലോകത്തെ, ഒന്നുകൂടെ പറഞ്ഞത്, ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഈശോ നമുക്ക് അനാവശ്യ ഓഫറുകളൊന്നും തന്നിട്ടില്ല. ഈശോ എല്ലാം കൃത്യതയോടെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഭൂമിയിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, പക്ഷേ പേടിക്കണ്ട, കാരണം ലോകത്തെ കീഴടക്കിയവനായ തമ്പുരാൻ നമുക്കുണ്ട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം അവസാനത്തെ പദം നമുക്ക് ഒത്തിരി ശക്തി തരുന്നത്. ഈശോ പറയുന്ന വചനം ഒന്ന് ഈ സമയം കേട്ട് ഹൃദയത്തിൽ ഇങ്ങനെ വരച്ച് എഴുതി വെക്കണേ, കോറി വെക്കണം. അതിനെല്ലാവരും ശ്രദ്ധിക്കുക. യുഗാന്തം വരെ, എല്ലാവരും പറഞ്ഞേ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാരാണ് പറഞ്ഞത്? പൊളച്ചൻ പറഞ്ഞിട്ട് പോവാ ആണോ? എന്നെ പൊടി പോലും കിട്ടത്തില്ല. മനുഷ്യരാരെയും തക്ക സമയത്ത് പൊടി കിട്ടുകയില്ല. ആരെയേ കിട്ടത്തുള്ളൂ? നിർണായക സമയങ്ങളിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആശ്രയം വെച്ച മനുഷ്യരോ ആശ്രയം വെച്ച സമ്പത്തോ ആശ്രയം വെച്ച പദവിയോ ഒന്നും നമുക്ക് ഗുണം തരത്തില്ല. എത്രയോ പൈസ ഇങ്ങനെ എടുത്ത് കൈവച്ചിട്ട് എൻ്റെ ജീവിതം ഒന്ന് മടക്കി തരാമോ എന്ന് ചോദിക്കുന്ന എത്ര ജീവിതങ്ങളെ അച്ഛൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഓർമ്മിക്കുന്ന ഒരു കൊച്ചു സംഭവം ഇപ്പോൾ പറയാം. 55 വയസ്സുള്ള അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ, കോടികൾ അദ്ദേഹത്തിന് സ്ഥാപന ജംഗമം വസ്തുക്കളായിട്ട് തന്നെ ഉണ്ട്. അതുകൂടാതെ ബാങ്കിൽ വേറെ കുറേ അധികം കോടികളും. അത്രയും വലിയ ഉയർന്ന ഒരു ബിസിനസ്സുകാരനാണ്. 55-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ബോൺ ക്യാൻസർ എന്ന് പറയുന്നൊരു ക്യാൻസർ പിടിപെട്ടു. ഡോക്ടർമാർ ഇനി ഏതാനും ദിവസങ്ങൾ എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തെ വീട്ടിലേക്ക് അയച്ചു. ഈ സമയത്താണ് ആരോ വന്ന് അച്ഛനെ, ഈ കുടുംബമായിട്ട് ബന്ധപ്പെട്ട അച്ഛന് പരിചയമുള്ള കുറച്ച് പേര് വന്ന്, അച്ഛാ ഈ ചേട്ടായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്ന് വരണേ എന്ന് പറഞ്ഞ് അച്ഛനെ ആ ചേട്ടൻ്റെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. ഞാൻ ഈ സഹോദരൻ്റെ വീട്ടിൽ ചെന്നു. ഞാനിങ്ങനെ ഈ മനുഷ്യന് വേണ്ടി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞു, ഈ മനുഷ്യൻ പെട്ടെന്ന് എൻ്റെ കയ്യിൽ കയറി പിടിക്കുക, കയ്യിൽ ഇങ്ങനെ അള്ളിപ്പിടിക്കുക. ബലം കുറവാണ്, ഉള്ള ബലം, കാരണം അത്രയും ക്ഷീണിതനാണ്. ഉള്ള ബലത്തിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ കൈകളിൽ ചേർത്ത് പിടിച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, അച്ഛാ 1 വർഷം കൂടി ജീവിക്കാനുള്ള അനുഗ്രഹം തരുമോ അച്ഛാ? ഞാൻ വല്ലാതെ ആയി, എനിക്ക് എൻ്റെ പ്രാർത്ഥന മുറിഞ്ഞതുപോലായി. കാരണം എനിക്കൊന്നും പറയാൻ പറ്റണില്ല. അത്രയും ആ സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന ഈ മനുഷ്യനോട് എൻ്റെ ആ മാനസികാവസ്ഥയിൽ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. എനിക്ക് വല്ലാതെ വിറയൽ തോന്നുക. ഈ പാവപ്പെട്ട മനുഷ്യൻ മരണക്കിടക്കയിൽ
അലിവോടെ കരുണയ്ക്ക് വേണ്ടി ഇങ്ങനെ കണ്ണിലേക്ക് നോക്കി, അച്ഛാ 1 വർഷം കൂടെ. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞ വാക്കിപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അച്ഛാ 1 വർഷം ചോദിക്കുന്നത് ജീവിക്കാനുള്ള കൊതി കൊണ്ട് മാത്രമല്ല അച്ഛാ, ഈ മരണക്കിടക്കയിൽ ഈ രോഗിയായിട്ട് ഞാൻ എത്തിപ്പെട്ട സമയത്താ പല കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന്, കുറേ കാര്യങ്ങൾ മറന്നുപോയെന്ന്, കുറേ പേരുടെ അഭ്യർത്ഥനകൾ എൻ്റെ മുമ്പിലുണ്ടെന്ന് ഈ ദിനങ്ങളിൽ എനിക്ക് വല്ലാതെ ഓർമ്മ വരുന്നത്. അത് തന്നെ ഓർമ്മ വരുന്നത്, വേറെ ഒന്നുമല്ല. കുറേ പേരുടെ കൈകൾ എൻ്റെ നേരെ നീണ്ടു നിൽക്കുന്നത് എൻ്റെ മുമ്പിൽ ഓർമ്മ വരിക. അവർക്കൊന്നും ഞാൻ തക്ക സമയത്തൊന്നും ചെയ്തിട്ടില്ല. 1 വർഷം കൂടെ ജീവിക്കാൻ, എനിക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരം കിട്ടിയാൽ അച്ഛാ എനിക്കതെല്ലാം ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ എനിക്ക് അല്പം കൂടെ പ്രത്യാശയോടെ ദൈവഭവനത്തിലേക്ക് യാത്ര പോകാമല്ലോ. ഈ മനുഷ്യൻ ഈ വാക്ക് പറയുമ്പോൾ ഒരു നിലവിളി പോലെ എനിക്ക് തോന്നി. ആ നിലവിളി എനിക്ക് വേണ്ടിയും കൂടാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് വേണ്ടി കൂടെ ഈ മനുഷ്യൻ പറയുന്നത്. ഞാൻ നേരെ നടക്കുന്ന സമയമാണ്, ഇപ്പോൾ എനിക്കൊരു രോഗമില്ല. പക്ഷെ ആ മനുഷ്യൻ എന്നോടുകൂടെ പറയുക, ദേ നിൽക്കുന്ന ദിവസങ്ങൾ, യാത്ര ചെയ്യുന്ന ദിനങ്ങൾ, അത് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാക്കി മാറ്റ്. മരണക്കിടക്കയിൽ എത്തിയിട്ട് നിനക്ക് നന്മ ചെയ്യാൻ പറ്റത്തില്ല. തീരുമാനങ്ങൾ എടുത്താലും തീരുമാനങ്ങൾ നടപ്പാക്കാൻ പറ്റത്തില്ല. ഈ പാവപ്പെട്ട മനുഷ്യനോട് എന്ത് പറയണമെന്നറിയാതെ ഞാൻ കർത്താവിൽ ശരണപ്പെട്, തമ്പുരാൻ നമ്മളെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവനിശ്ചയം ആ വ്യക്തിയെ സംബന്ധിച്ചുള്ളത് മറ്റൊന്നായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ആ മനുഷ്യൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി. പക്ഷെ അച്ഛന് മനസ്സിൽ ഈ മനുഷ്യൻ പറഞ്ഞ വാക്കിങ്ങനെ കിടപ്പുണ്ട് ഇപ്പോഴും. പക്ഷെ 1 വർഷം കൂടെ നല്ലത് ചെയ്യാൻ 55 വർഷം കിട്ടിയിട്ട് പ്രിയപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യന് നല്ലത് ചെയ്യാനുള്ള ഓർമ്മ കിട്ടിയത് എപ്പോഴാ? പണം, കൂട്ടിവെച്ച പണം അദ്ദേഹത്തിന് നന്മ ചെയ്യാൻ അവസരം കൊടുത്തോ? ഇല്ല. എന്താ ഓർമ്മിപ്പിക്കുന്നത് ഇത്? എന്താ ഓർമ്മിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ നന്മ ചെയ്ത് തുടങ്ങ്. കൂട്ടിവെച്ചിരിക്കുന്ന ഒന്നും നമ്മളെ സംരക്ഷിക്കത്തില്ല. 55 വയസ്സിൽ ഇത്രയും കോടികൾ ആസ്തിയുള്ള ഒരു മനുഷ്യന് ലോകത്തിലെ ഏത് ഹോസ്പിറ്റലിലും പോയി ചികിത്സ ചെയ്യാമായിരുന്നു. ആ ചികിത്സകളെല്ലാം അദ്ദേഹം അവസാനം അവർക്കെല്ലാം പറയാൻ എന്താ ഉള്ളത്? ഈ വലിയ പൈസ കൊടുത്ത് ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഈ മനുഷ്യനോടും അവസാനം ഡോക്ടർമാർ ഇങ്ങനെ കൈവച്ചിട്ട് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തു. ഇനി നിരീശ്വരവാദിയാണ് ഡോക്ടറെങ്കിലും ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയാമോ? ഇനി ആ കർത്താവ്, ഉന്നതത്തിന് അനുഗ്രഹമായിട്ട് ഈ മണ്ണിലേക്ക് വന്ന കർത്താവില്ലേ, അവനിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും തന്ന ഉറപ്പെന്താണെന്നറിയാമോ? യുഗാന്തം വരെ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കടങ്ങളിലും, നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നിന്റെ കൂടെ തൊട്ടടുത്ത് എന്നും എന്ന് ആ വാക്കൂടെ ശ്രദ്ധിച്ചേക്കണേ. എപ്പം വരെയാ? നമ്മൾ സിറോ മലബാർ കർമ്മത്തിൽ ഇന്ന് മുതൽ അല്ല, നമ്മൾ അങ്ങനെ സിറോ മലബാർ കർമ്മത്തിൽ, നിങ്ങൾ ലാറ്റിൻ ക്രമത്തിലെ ആ പ്രാർത്ഥന, പ്രതിജ്ഞാ പ്രാർത്ഥന എങ്ങനെയാണെന്ന് എനിക്ക് അച്ഛൻ അറിഞ്ഞുകൂടാ. നമ്മൾ എന്തിൻ്റെ സമയത്താ? ആ കല്യാണത്തിന് സമയത്തേ ബൈബിളിൽ തൊട്ടിട്ട് എന്താ പറയുന്നത്? ഇന്ന് മുതൽ അങ്ങനത്തെ വാക്കൊന്നും അല്ല കേട്ടോ ഇത്. അത് മനുഷ്യനായതുകൊണ്ട് നമുക്ക് പലപ്പോഴും പാളിച്ചൊക്കെ പറ്റുന്നുണ്ട്. എന്തൊക്കെയാ പറഞ്ഞേ? പാളിച്ചെന്താ? ഇന്ന് മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും വിശ്വസ്തയോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി. എന്നിട്ട് ദാരിദ്ര്യം വരുമ്പം രണ്ടുപേരും എവിടെയാ? ഒരു വിഷമം വരുമ്പം രണ്ടുപേരും 2 വശത്ത് നിന്ന് ഇങ്ങനെ നിൽക്കുക. എന്താ പറഞ്ഞത്? നമ്മൾ മരണം വരെ ഇങ്ങനെ കൈ പിടിക്കുമെന്നല്ലേ? ഈ കഴിഞ്ഞ ദിവസം അച്ഛനൊരു പള്ളിയിൽ ധ്യാനിപ്പിക്കുകയായിരുന്നു. ധ്യാനത്തിൻ്റെ സമാപന ദിവസം എന്നെ കാണാൻ വേണ്ടി ഒരു അപ്പനും അമ്മയും കൂടെ വന്നു. എന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ 1 കോടി ആസ്തിയല്ല, കടം. എത്രയാ? 1 കോടി കടം. സന്തോഷമായി. 1 കോടി എന്ന് കേട്ടപ്പോൾ പറഞ്ഞു, ചിലരുടെ കണ്ണിങ്ങനെ തെളിഞ്ഞു. അച്ഛൻ 1 കോടി സംഭാവന ചെയ്യാൻ വന്നൊന്നുമല്ല, 1 കോടി കടം. പക്ഷേ ഈ മനുഷ്യരെ അല്പം വ്യത്യസ്തമായിട്ട് അച്ഛൻ കണ്ടത്. അതിൻ്റെ കാരണം, ഈ സഹോദരൻ അച്ഛനോട് പറയുക, അച്ഛാ ഈ 1 കോടി കടം എൻ്റെ മുമ്പിൽ
ഒരു വല്ലാത്ത ഒരു നിങ്ങൾക്കറിയാം, നമുക്കറിയാം, വിഷമിക്കുന്ന നമുക്കറിയാം, കടബാധ്യതയൊക്കെ വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഭാരം അല്ലേ. അപ്പോൾ ഈ 1 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കേട്ടിട്ട് പോലും ഇല്ല, അത്രയും വലിയ കടം. ആ കടത്തിൽ നിൽക്കുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ബിസിനസ് ചെയ്ത് പൊളിഞ്ഞതാ, ബിസിനസ് ചെയ്ത് പാളിപ്പോയതാ. പക്ഷേ ഈ ജ്യേഷ്ഠൻ പറയുകയാണ്, അച്ഛൻ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് കാരണം ഇവളാ. ഓരോ ദിവസവും ഈ ബാധ്യതകൾ എങ്ങനെയാണ് തീർക്കേണ്ടതെന്ന് കൃത്യം തിരിച്ചറിയാതെ നട്ടം തിരിഞ്ഞ് കടക്കാരൊക്കെ ഇങ്ങനെ വന്ന് നോക്കി അവരുടെയൊക്കെ വഴികളിൽ നിന്നൊക്കെ അല്പം മാറി പതുക്കെ വീട്ടിലെത്തുമ്പം, സാരമില്ല ചേട്ടാ, ഈശോ തരൂന്ന് പറയാൻ അച്ഛൻ ഇവള് വീണ്ടും വീണ്ടും ആവർത്തിച്ചെന്നെ കാത്തിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നതെന്ന് ആ സഹോദരി ആ സമയം കണ്ണുനീരോടെ എന്നെ നോക്കിയിട്ട് പറയാ, അച്ഛാ ഞാൻ വെറുതെ പറയുന്ന അല്ലച്ചാ, പകല് മുഴുവൻ ഇരുന്ന് നൊന്ത് നീറി കണ്ണുനീരോടെ കരം വിരിച്ച് ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തന്നെ അച്ഛാ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഈശോ ഇടപെടും, തരും തരും തരും. ഒരു വിശ്വാസത്തിന്റെ ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടിയത്. ഈ സമയം നമുക്ക് ഒരിക്കൽ കൂടി കരമൊന്ന് ഉയർത്തി നമ്മുടെ ജീവിതത്തിൽ ഇടപെടൽ ആവശ്യമുള്ള കാര്യങ്ങൾ യുഗാന്തം വരെ എന്നും ഒപ്പം ഉണ്ടാവൂ എന്ന് പറഞ്ഞ ഈശ്വരനാഥന്റെ വചനത്തിന്റെ ഉറപ്പിൽ എന്നും എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ശ്വാസം നിന്നിൽ നിന്ന് വിട്ടുപോകുന്ന നിമിഷം വരെയും നിന്റെ കൂടെ ദൈവം ഉണ്ടാകും. ഈ ഉറപ്പിന്മേൽ ആശ്രയം വെച്ച് ഒരിക്കൽ കൂടി ഈശോ ഇന്നീ സമയം എൻ്റെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് ആഗ്രഹിച്ച് എല്ലാവരും സ്തുതിക്കട്ടെ. യേശുവേ യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യാശയുടെ ദൈവം, പ്രത്യാശയുടെ ദൈവം മക്കളെ ജീവിതത്തിന്റെ സങ്കടങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന്, എല്ലാ വിധത്തിലുള്ള സങ്കടങ്ങളുടെ വല്ലാത്ത ആദിയിൽ ആകുലതയിൽ വ്യാകുലങ്ങളിൽ പെട്ടു നിൽക്കുന്ന മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഈ നിമിഷങ്ങളിൽ ഇടപെടട്ടെ. ഈ നിമിഷങ്ങളിൽ ഞാനുണ്ട്, ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കും എന്ന് പറയാൻ കഴിവുള്ള കർത്താവ് മക്കളെ ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. അമേൻ 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 അമേൻ. പ്രിയപ്പെട്ടവരെ, ഈശോനാഥൻ ഒരു നാള് ഈശോയുടെ പ്രിയപ്പെട്ട അപ്പസ്തലന്മാരുടെ കൂടെ നടക്കുന്ന ആ ദിനങ്ങളിലൊന്നിൽ ഈശോ അവരോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് ഒന്ന് പോവുകയാണ്, നിങ്ങൾ തന്നെ അക്കരയ്ക്ക് പോരെ. ഒരു കാര്യം നമുക്കറിയാമല്ലോ, ഈശോ ഈ ഭൂമിയിൽ വന്ന സമയത്ത് തൊഴിലുകൊണ്ട് ഈശോ എന്ത് പ്രവൃത്തിയാണ് ചെയ്തതെന്ന് നമുക്കറിയാവുന്ന? ഈശോ മേസ്തിരി പണി ചെയ്തെന്ന് എന്താ പറഞ്ഞ? ഈശോ എന്തോ ജോലിയാ ചെയ്ത? എന്തായിരുന്നു? ഈശോ അപ്പൻ്റെ ജോലി തന്നെ ചെയ്തേ. എന്തായിരുന്നു? അപ്പം വെച്ചിട്ട് പോയ ഉളിയും കൊട്ടുപടിയൊക്കെ എടുത്ത് ഈശോ മനോഹരമായിട്ട് ഈശോ ഒരു ആശാരിപ്പണിക്കാരനായിട്ട് ജോലി ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. ഈശോ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജീവിച്ച ഈശോ തീർച്ചയായിട്ടും ഔസപിതാവിൻ്റെ വിയോഗത്തിന് ശേഷവും അതിനു മുമ്പും നല്ല മകനായി അപ്പനെ അമ്മയെ സഹായിച്ചു. അതുകൊണ്ട് തന്നെ ഈശോ പ്രധാനമായിട്ടും ചെയ്ത ജോലി എന്തായിരുന്നു? ആശാരിപ്പണി. ഈശോ തുടർച്ചയായിട്ട് വള്ളം തുഴഞ്ഞ് അധികം എക്സ്പെർട്ടിസം കാണിച്ചിട്ടില്ല. അതിൽ എക്സ്പെർട്സ് ആരായിരുന്നു? ശിഷ്യന്മാരെ. അതൊരു കാര്യം പറയാൻ വേണ്ടി കേട്ടോ ചെന്ന് പറഞ്ഞു വരുന്നേ, ശ്രദ്ധിച്ചേക്കണേ. അതിൽ എക്സ്പെർട്സ് ആരാണ്? ശിഷ്യന്മാർ, അപ്പസ്തോലന്മാർ. അതുകൊണ്ട് തന്നെ നമ്മൾ സുശേഷത്തിൽ കാണുന്നുണ്ട് ഈശോ പല പ്രാവശ്യം അവരുടെ വഞ്ചിയിലൊക്കെ കയറി അല്ലേ, അവർക്കത് ആദ്യം മുതൽ മനസ്സിലാവുന്നുണ്ട്. ഒരിക്കൽ ഈശോ പത്രോസിൻ്റെ വഞ്ചി കയറി. അന്നാണെങ്കിൽ പത്രോസ് രാവിലെ മുതൽ വല്ലാതെ വീണ്ടും വല മാറ്റി പല ദിക്കിൽ ഒക്കെ ഇട്ടിട്ടും കിട്ടാത്ത ഒരു ദിവസം അല്ലേ. നമുക്ക് കടലിൻ്റെ ഓരോ ശാസ്ത്രവും മനഃശാസ്ത്രവും ഒക്കെ അറിയാവുന്നവരാണ് ഈ അപ്പസ്തലന്മാർ. അവർക്ക് അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ടും അവർക്ക് മീനിൻ്റെ ഒരു വരവും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വിധം അവർ മനസ്സിടിഞ്ഞ് നിൽക്കുന്ന ആ ദിനത്തിൽ ഈശോ ആ വഞ്ചിയിൽ കയറിയിട്ട് അവരോട് പറഞ്ഞു, വലതുവശത്തേക്ക് നീക്കി വലയിടുക. പത്രോസ്, പ്രിയപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കണം, പത്രോസ് ഈ വചനം കേട്ടപ്പം, ഈ വാക്ക് കേട്ടപ്പം ഈശോ ആദ്യമായിട്ട് കാണുന്ന സമയത്താണ് കേട്ടോ. ഈശോ ആദ്യമായിട്ട് കാണുന്ന സമയത്ത് ഈശോയുടെ വാക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈശോയുടെ വാക്കിനൊരു പ്രത്യേകത, വാക്ക് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. ആ വാക്ക് നമ്മുടെ നേരെ വരുന്നെങ്കിൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് അച്ഛനാ ഇറങ്ങി പുറപ്പെട്ടെന്ന് ചോദിച്ചാൽ ആ വാക്ക് എവിടെയോ കുരുങ്ങിക്കിടന്നു.
അല്ലെങ്കിൽ മനസ്സുകൊണ്ട് അതിൽ തന്നെ മാനുഷികതയിൽ അങ്ങനെ ഇറങ്ങി പുറപ്പെടാനുള്ള സ്വാഭാവികത നമ്മളാരും ഇല്ല. പക്ഷേ ഈ വാക്കിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. ആ വാക്ക് അവിടെ എവിടെയെങ്കിലും കുരുങ്ങിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വാക്ക് കുരുങ്ങാൻ വേണ്ടി ഒന്ന് ആഗ്രഹിക്കണം കേട്ടോ. കർത്താവിൻ്റെ വചനം ഒന്ന് ഹൃദയത്തിൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആ വാക്ക് കിട്ടിയാലില്ലേ ജീവിതത്തിൻ്റെ ഈ ലോകത്തിൻ്റെ ആസക്തികളിലൊക്കെ കുരുങ്ങാനൊക്കെയുള്ള നമ്മുടെ സ്വാഭാവിക പ്രവണതകളിൽ നിന്നൊക്കെ പുറത്തു കിടക്കാൻ ദൈവം കൃപ തരും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളിലേക്ക് ഈ കൃപ നിറയാൻ വേണ്ടി വചനത്തിൻ്റെ കൃപ നിറയാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് വചനത്തിൻ്റെ കൃപ നിറയാൻ ആഗ്രഹിക്കണം. ആ വാക്ക് കിട്ടിയാൽ ജീവിതം വ്യത്യാസപ്പെടും. അന്ന് പത്രോസിനോട് ഈശോ പറഞ്ഞു, നോക്കുക വലതുവശത്തേക്ക് നീക്കി വലയിടുക. ഇയാൾ ആരാണ് എന്നോട് വലയിടാൻ എന്ന് വേണമെങ്കിൽ പത്രോസിന് ചിന്തിക്കാം. പക്ഷേ ഈ വാക്കിന് വല്ലാത്ത ആകർഷണീയതയുണ്ട്. ഈശോയുടെ വാക്കിന് ഈ വാക്ക് കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഒന്നും ചിന്തിക്കാതെ പറയാം, നീ ഒരു ആശാരിയല്ലേ, നിനക്കങ്ങനെ ഇതൊന്നും ചോദിക്കുന്നില്ല. അയാൾ നേരെ ഈശോ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു സ്ഥലം പോലും മാറാതെ നേരെ വലയിട്ടു. അന്ന് വലയിട്ടപ്പോൾ ഉള്ള വ്യത്യാസം എന്താ നോക്കുക. അതിന് തൊട്ടു മുമ്പത്തെ അവസ്ഥ മണിക്കൂറുകളായിട്ട് ദിക്കുകൾ മാറ്റി ഇട്ടിട്ടും ഒരു പൊടിമീൻ പോലും ഇല്ലാത്ത ആ ദിനത്തിൽ അവരുടെ വല കീറുമാറ് വലയ്ക്കുള്ളിലേക്ക് ഒന്നിച്ച് മീനുകളെല്ലാം വളർത്തുന്നത് പോലെ വിവിധ ഇനം മീനുകളെ ഒന്നിച്ച് ഈ വലയ്ക്കുള്ളിലേക്ക് പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ പറഞ്ഞപ്പം ഇതെല്ലാം കൂടെ ഒന്നിച്ചു കൂടി വന്നതുപോലെ പ്രപഞ്ചത്തിൻ്റെ ഉടയവൻ തൊട്ട ആ വലയിലേക്ക് ഇതുങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ആവേശത്തോടെ കയറിയപ്പം പത്രോസ് പെട്ടെന്ന് ബോധം കെട്ടുന്നത് പോലെ വന്നിട്ട് പത്രോസ് വിളിച്ചു പോയി പറയാണ്, കർത്താവേ വലിയ മീൻ ആണോ? അല്ല. പത്രോസ് പെട്ടെന്ന് ഈശോയുടെ സാന്നിധ്യത്തിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് കർത്താവേ ഞാൻ പാപിയാണ് എന്ന് വിളിച്ചു പറഞ്ഞു. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ആ പ്രവൃത്തിയല്ല നോക്കിയിരിക്കേണ്ടത്, പ്രവൃത്തിയിൽ ഇടപെട്ട ദൈവത്തെയാണ് നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവം ഇടപെടുമ്പോൾ നമ്മൾ കാണേണ്ടത് ആരെയാ? ആ ഇടപെടൽ നടത്തിയ കർത്താവിന്. ഇവിടെ അച്ഛനൊരു കാര്യം ഉറപ്പാണ്, ഇവിടെ വന്നിരിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ ചില പ്രത്യേക കാര്യങ്ങൾ ഈശോ ഇടപെടണമെന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ട്. ആരും കള്ളം പറയരുത്. ഞങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ഈശോയെ കാണാനാണ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തൊരു ഒരു ചെറു കള്ളം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും തന്നെ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില ഇടപെടലുകൾ വേണം. ശരിയല്ലേ? സത്യമതല്ലേ? സത്യമാണ്. എല്ലാവരും സമ്മതിച്ചോ? എല്ലാവർക്കും ഈശോയിൽ നിന്നുള്ള അനുഗ്രഹം വേണം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോയും അതിൽ മക്കൾക്ക് അനുഗ്രഹം തരാൻ കാത്തിരിക്കുന്നവൻ തന്നെ ആണ്. കാരണം ഈശോ ശുശ്രൂഷ ചെയ്ത കാലയളവിൽ ഈശോയുടെ അടുത്തേക്ക് വന്ന ഒരാൾ പോലും നിരാശപ്പെട്ട് തിരിച്ചു പോയിട്ടില്ല. പക്ഷേ ഈശോ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ അനുഗ്രഹം സ്വീകരിച്ചവര് ഈശോയെയും കൊണ്ടുകൂടി പോണം. അനുഗ്രഹം മാത്രമായിട്ട് പോയാൽ അനുഗ്രഹത്തിൻ്റെ കാലാവധി കഴിയുമ്പം നമ്മുടെ കൂട്ടുപിടിക്കാൻ നമുക്കാരില്ല, ഈശോ ഇല്ല. IELTS കിട്ടാൻ വേണ്ടി കുഞ്ഞിങ്ങനെ കുഞ്ഞിന് അച്ഛൻ ഉദാഹരണം പറ. IELTS കിട്ടാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ കരുണക്കൊന്തയിൽ ജപമാല ചൊല്ലി മുട്ടുകുത്തി അഴഞ്ഞു, എന്തെല്ലാമൊക്കെ ചെയ്തേ. IELTS അവൾക്ക് 7 മാർക്ക് കിട്ടി. അവൾ എന്ത് ചെയ്തു? IELTS മാത്രമായിട്ട്, ഈശോയെ കൂട്ടാതെ പോയാലല്ല, IELTS മാത്രമായിട്ട് അവൾ UK പറഞ്ഞേ. IELTS മാത്രമേ കൊണ്ടുപോയുള്ളൂ. എന്നിട്ടോ അവിടെ ചെന്നപ്പം ഒരു ചേട്ടായി അങ്ങ് പരിചയപ്പെട്ടെ. ഈശോയുടെ കൺസൾട്ടേഷൻ ഇല്ലാതെ ആ ചേട്ടാ ഏതവസ്ഥയിലാണെന്ന് വിചാരിക്കാതെ അതിൽ കുരുങ്ങിയ മകള് നമ്മളോട് എന്തു പറയുന്നു? അവൾ ഈശോയിൽ നിന്ന് എന്തുമാത്രമേ കൊണ്ടുപോയുള്ളൂ? അത് മാതാപിതാക്കൾക്ക് തീരാ കണ്ണുനിര. എന്തിനാണാവോ എൻ്റെ മോളെ UK വിട്ടത്? വിടാൻ ഞാൻ തീരുമാനിച്ച സമയം കർത്താവേ എൻ്റെ മോള് പോയി. ഒരിക്കൽ അച്ഛൻ ഓർമ്മിക്കുന്നുണ്ട് ഒരു കൊച്ചു സംഭവം. ഒരു ദിവസം അച്ഛനെ കാണാൻ വേണ്ടി ഒരു അമ്മ വന്നു. ഒരു പ്രായമുള്ള 50-50 വയസ്സുള്ള ഒരു സഹോദരി കാണാൻ വന്നിട്ട് ഈ സഹോദരിക്ക് ഒന്നും പറയാനില്ല, വെറുതെ വന്നിട്ട് കരയുക. ഞാൻ കുറേ സമയം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴും പറയാൻ വേണ്ടി വരും, വിതുമ്പി കരയും. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, വല്ലാതെ സങ്കടം പേർന്നൊരു പാവപ്പെട്ട അമ്മയാണ്. അതുകൊണ്ട് തന്നെ ആ സഹോദരി പറഞ്ഞിട്ട് ഞാൻ പറച്ചിട്ട് തുടങ്ങിയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ അവിടെ കാത്തിരുന്നു.
കുറേ കഴിഞ്ഞപ്പം പറയാൻ തുടങ്ങി, അച്ഛാ പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ, അച്ഛാ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. എന്നാൽ പിന്നെ എന്തിനാ വന്നതെന്ന് ഞാൻ ചോദിച്ചില്ല കേട്ടോ. കാരണം അത്രയും സങ്കടമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് അച്ഛന് മനസ്സിലായി, പറഞ്ഞിട്ട് കാര്യമില്ലാന്ന്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്കെല്ലാം കൂടി ഒറ്റ മോളായിരുന്നു, അവളിന്നില്ല എൻ്റെ കൂടെ, അവളിന്ന് പോയി അച്ഛാ, അവൾ പോയി. എവിടെ പോയി? സ്വർഗത്തിലേക്ക് പോയി എന്നാണ് നമുക്ക് ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം എവിടെയാണ് പോയത്? സ്വർഗത്തിലാണ്. മാലാഖമാരുടെ നിരയിലെ പാട്ടൊക്കെ പാടിയാൽ നിൽക്കുന്നെങ്കിൽ പോലും നമുക്ക് ആശ്വാസമുണ്ട്. അമ്മ പറഞ്ഞു തന്ന്, അച്ഛാ ഇന്ന് നമ്മൾ സ്വർഗത്തിൽ മരിച്ചാൽ പോയിരുന്നെങ്കിലേ, വിശ്വാസിനിയായിട്ട് മരിച്ചാൽ പോയിരുന്നത് എനിക്ക് ദുഃഖമില്ലായിരുന്നു. കാരണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മോള് ഈശോയുടെ മുഖം നോക്കി നിൽക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പോയത് അച്ഛാ ജീവിതത്തിൽ നിന്ന് തന്നെയാ, ഈശോയിൽ നിന്ന് തന്നെ അകന്നാ പോയിരിക്കുന്നത്. അവൾ ഹൈദരാബാദിന് ജോലിക്കായിട്ട് പോയതാ. അവിടുന്ന് പോയച്ച അവരുടെ കൂടെ. എന്നിട്ട് എന്നെ ഫോൺ മാത്രം വിളിച്ചു പറഞ്ഞു എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ അമ്മ പിന്നീട് ദുഃഖത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ഛാ ഇവളെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പോയതല്ല അച്ഛാ, ഞാനൂടെ കൂടി സഹായിച്ചിട്ടാ പോയത്. അതെങ്ങനെയാ? അമ്മ പറഞ്ഞെങ്ങനെയാണ്, അച്ഛാ ഇവളെ എൻജിനീയറിങ്ങിന് ഇവളെ കൊണ്ട് ചേർത്തപ്പം ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും വിജയിച്ചൊരമ്മയെ പോലെ എൻ്റെ മകൾക്ക് ഏറ്റവും നല്ല പഠനം കൊടുക്കാൻ പറ്റിയല്ലോ എന്ന് അല്പ അഹങ്കാരം ഉണ്ടായിരുന്നു. അവളെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പ്രോജക്റ്റ്, സെമിനാർ, അസൈൻമെൻറ്റ് ഓരോ പേര് പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയും ഞായറാഴ്ച കുർബാനയും ഒക്കെ മുടക്കുമ്പോഴും ഞാൻ വിചാരിച്ചു പഠിക്കുന്ന കുട്ടിയല്ലേ, തിരക്കല്ലേ, അത്രയൊക്കെ ഉണ്ടല്ലോ, പഠിത്തമൊക്കെ കഴിയുമ്പം അവൾ ജോലിക്കാരി ആവുന്നതിന് മുമ്പ് പള്ളിക്കാരി ആയിക്കോളൂന്ന്, പള്ളി പൊക്കോളൂന്ന്. പതുക്കെ 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 ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട ഇവള് ദൈവത്തെ കൊണ്ടുപോകാഞ്ഞതുകൊണ്ട് മറ്റു ദിക്കിലേക്ക് പോയപ്പം കർത്താവില്ലാത്ത ബന്ധത്തിൽ പോയി കുരുങ്ങി. മാതാപിതാക്കൾക്ക് അന്യയായി. അവരിത്രയും നാൾ ആശ്രയം വെച്ചിരുന്ന മകള് അവർക്കൊന്നും അല്ലാതായിപ്പോയി. എൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? തമ്പുരാൻ കൂടെ ഇല്ലാത്തതൊക്കെ നിലനിൽക്കത്തില്ല എന്നല്ലേ? കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ സ്പർശം കിട്ടാത്തതിനൊക്കെ നിലനിൽപ്പില്ല എന്നല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കേണ്ട ആത്മീയ സത്യം ഇത്. എൻ്റെ തമ്പുരാൻ്റെ കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ് നിലനിൽക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന നമ്മൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്ന നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹം ഈശോനാഥനെ തന്നെ ആയിരിക്കണമെന്നാ അച്ഛന് പറയാനുള്ളത്. ഈശോ ആഗ്രഹിക്കുക, ഈശോ തരാനുള്ളതൊക്കെ തന്നോളും. നിങ്ങളുടെ പ്രാർത്ഥന അല്പം കൂടെ ക്വാളിറ്റിയുള്ള പ്രാർത്ഥനയായിട്ട് മാറ്റാൻ വേണ്ടി, അല്പം കൂടി ആഴവും ധ്യാനമുള്ള പ്രാർത്ഥനയായിട്ട് മാറ്റാൻ വേണ്ടിയുള്ള ഒരു ആത്മീയ ചിന്ത അച്ഛൻ പറയുന്നത്. ഇനി നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. ഈശോ വരണം എൻ്റെ കൂടെ. ഈശോ തരുന്ന കുറച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്നേഹിക്കുന്നവരെല്ലാവരും ആഗ്രഹിക്കുന്നു. മോള് UK പോയി. മോള് കുറേ സമ്മാനങ്ങളൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് വന്നേ. എന്നിട്ടോ മോള് വന്ന് കയറിയപ്പോഴേ മോളുടെ വായികളെല്ലാം അവർ തന്നെ പരതി ഓരോ സമ്മാനങ്ങൾ ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി. ആരും മോളെ നോക്കുന്ന പോലും ഇല്ല. മോളെ നീ എന്ത് ചെയ്യുമെന്നറിയാവോ? വാവിട്ട് കരഞ്ഞ് അവിടെ ആ ദിവസം ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോയെന്ന് നോക്കും. കാരണം എന്താ? നിന്നെ ആരും നോക്കുന്നില്ല, നിന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല. നിന്നോട് നിൻ്റെ UK വിശേഷങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു, അതൊന്നും ചോദിക്കുന്ന പോലും ഇല്ല. എല്ലാവർക്കും എന്തുമാത്രം മതി? കൊണ്ടുവന്ന സമ്മാനങ്ങളെല്ലാം അവർ തപ്പിയെടുത്തു. കുറേ പേര് സ്പ്രേ കൊണ്ടുപോയി, വേറെ കുറേ പേര് സോപ്പ് കൊണ്ടുപോയി, വേറെ കുറേ പേര് വേറെ എന്തൊക്കെയോ ഒക്കെ കൊണ്ടുപോയി, വേറെ കുറേ പേര് എന്തുകൊണ്ട് അവിടുന്ന് കിട്ടുന്ന സാധനം വേറെ എന്തൊക്കെയോ അല്ലേ ഒക്കെ കൊണ്ടുപോയി. ആരെ മാത്രം നോക്കുന്നില്ല? മോളെ വേണ്ട എന്ന് വിചാരിക്കുക. അപ്പനും അമ്മയൊക്കെ ചിലപ്പോഴെങ്കിലുമൊക്കെ ഇതൊക്കെ അനുഭവിക്കുന്നവരാ. ചിന്തിച്ച് നോക്കിക്കേ. മക്കളെല്ലാം മേടിച്ചു, പക്ഷെ അവസാനം ആര് വേണ്ട? അപ്പം വേണ്ട, അമ്മ വേണ്ട, കുഞ്ഞ് വേണ്ട, മോള് വേണ്ട. ഈ അവസ്ഥ വരുന്നത് ദൈവബന്ധത്തിലേക്കൊന്ന് ഓർക്കുക. ഈശോ നമുക്കിത് സങ്കട, ശരിയല്ലേ? നമുക്കിത് സങ്കട. ഈശോയ്ക്കോ നമ്മളിങ്ങനെ വന്നിരിക്കുകയാണ്, ആരാധനയുടെ സമയത്ത് ഈശോ നോക്കുന്നുണ്ട്, എന്തിനു വേണ്ടി മാത്രമാ എങ്കിൽ അതാണ് സങ്കടം. മോള് UK വന്നപ്പം മോള് സമ്മാനമെല്ലാം എല്ലാവരും വാരിക്കൊണ്ട് പോകുമ്പം മോള് ശങ്ക് പെടയുന്നില്ലേ? എന്നോട് നിനക്ക് മോളെ നീ ഉറങ്ങുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലും ഇല്ല. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇതെല്ലാം തുറക്കാമെന്ന് അവർ സമ്മതിക്കുന്നില്ല. അതിന് മുമ്പെല്ലാം വാരിക്കൂട്ടി തുറന്നിട്ട് എല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് പോകുമ്പം നമ്മുടെ ശങ്കിലാണ് അതിൻ്റെ വേദന വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പുരാൻ കർത്താവിൻ്റെ ഹൃദയം. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തിന് വേണ്ടി വന്ന മനുഷ്യന് അനുഗ്രഹം മാത്രം ഒന്നിച്ചു കൂട്ടി മേടിച്ചിട്ട്
വെറുതെ അങ്ങ് ഈശോയെ കൂടാതെ പോയാൽ കർത്താവ് സങ്കടപ്പെടുകയല്ലേ? ധ്യാനിക്കണം, നമ്മൾ ധ്യാനിക്കണം, പ്രാർത്ഥന വേണം നമുക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോയുടെ നാമത്തിൽ പറയുക, ഈശോയെ കൂടെ ചേർത്ത് പിടിക്കണം. ഈശോ വേണമെന്ന് നിർബന്ധിക്കണം. ഈശോ വലുത്, തരുന്ന സമ്മാനം അല്ല, ഈശോയാ വലുത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈശോയെ കിട്ടിയവർക്ക് ബാക്കിയെല്ലാം കിട്ടും, അതാ തീർച്ച. അവർക്കും വേദനയും വിഷമമൊക്കെ ഉണ്ടാവും കേട്ടോ. ഈശോയെ കിട്ടിയ വിശുദ്ധരുടെയൊക്കെ ജീവിതങ്ങളിൽ എത്രയോ അധികം സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈശോയൊക്കെ സ്വന്തമാക്കിയ ജീവിതങ്ങൾക്ക് എന്തുമാത്രം വേദനയും പീഡയും മനക്ലേശമൊക്കെ. മറിയത്തെ മാത്രം നോക്കിയാൽ മതിയല്ലോ. ഈ ഭൂമിയിലെ ഈ ഒരു സ്ത്രീയോളം സങ്കടം അനുഭവിച്ച ആരെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തന്നാൽ അവർക്ക് പ്രത്യേക അവാർഡ് കിട്ടത്തില്ല. നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ മറിയം ദൈവത്തിൻ്റെ അമ്മയാകാൻ തീരുമാനമെടുത്ത നിമിഷം മുതൽ അമ്മ അനുഭവിച്ച മാനസിക വ്യഥകൾ, ആകുലതകൾ, ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുന്ന, ആലോചിച്ച് നോക്കിയ സംശയിക്കപ്പെടുന്ന ഉദരത്തിലെ കുഞ്ഞ്, അതിനുശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ കുഞ്ഞിനെ ഒന്ന് പ്രസവിക്കാൻ വേണ്ടി സമയമായപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച സമയത്ത് നമ്മുടെ വീടോ ആശുപത്രി എന്തെങ്കിലുമൊക്കെ ഇല്ലായിരുന്നോ? ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ സമയമാകുമ്പോൾ, അതും ദൈവത്തിൻ്റെ മകനാണെന്നൊക്കെ അറിവ് കിട്ടിയ ഒരാൾ പ്രസവിക്കാൻ സമയമായപ്പോൾ നടക്കുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് പോലും കയറാൻ പറ്റത്തില്ല അല്ലേ? അതിനുള്ള സാവകാശം പോലും ഇല്ല. അത്രയും മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് ഓരോ ഇടങ്ങളിലും മുട്ടുമ്പോൾ ഇടയില്ല. അവരൊന്നുകൂടെ പാളി നോക്കും. അപ്പോൾ അവർ കാണുന്നുണ്ട് വയറ് വീർത്ത ഒരു സ്ത്രീയും ഒരു പാവപ്പെട്ട മനുഷ്യനും കൂടെ ഒരു കഴുതയും. അങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ച് കയ്യിലൊന്നും ഉണ്ടാവത്തില്ല എന്ന് നിശ്ചയമുള്ളത് കൊണ്ട് അവർ കൃത്യമായിട്ട് പറഞ്ഞു, ഇല്ല കേട്ടോ, ഇല്ല. ഇത് ആവർത്തിച്ച് തിരസ്കരനായിട്ട് വരുമ്പോൾ ഈ അമ്മ അനുഭവിച്ച മാനസികത എത്രയായിരിക്കും? എന്നിട്ട് അവസാനം എവിടേക്ക്? പ്രസവ അവസ്ഥയിൽ ആ സമയത്ത് ഒരു ഇൻഫെക്ഷൻ സാധ്യതയൊക്കെ ഉള്ള ഒരു കാലിത്തൊഴുത്തിലേക്ക് കയറി ചെല്ലുമ്പം, ദൈവപുത്രൻ ഇവിടെ പിറന്നാൽ മതിയെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരാ അതിനെതിരെ നിൽക്കാൻ എന്നുള്ള വിധേയപ്പെട്ട് നിൽക്കുന്ന മറിയം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? അതിനുശേഷം ഈ കുഞ്ഞിനെയും കൊണ്ട് പാതിരാത്രിയിൽ അടിമത്തത്തിൻ്റെ നാട്ടിലേക്കൊരു ഓട്ടം, അതിനുശേഷം ദാരിദ്ര്യത്തിൻ്റെ നസ്രത്തിലെ വീട്ടിലേക്ക് മടക്കം, അതിനുശേഷം ഏതോ ദിനത്തിൽ പ്രിയപ്പെട്ടവൻ ഒരു വാക്കും പറയാതെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങുമ്പം മകനുമായിട്ട് ഒറ്റയ്ക്കാവുന്ന അമ്മയുടെ മാനസികാവസ്ഥ, അതിനുശേഷം എപ്പോഴും ഒരു ദിനം ലോകത്തിൻ്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി മകൻ ഇറങ്ങിപ്പോകുമ്പം ഓരോ രാത്രിയും ഈ മകന് വേണ്ടി ഒരുക്കി വെക്കുന്ന അത്താഴങ്ങൾ വെറുതെ ആയി പോകുമ്പോൾ അമ്മ അനുഭവിച്ച മനസ്സിലെ വ്യഥ, അതിനുശേഷം ഈ മകനെക്കുറിച്ച് നല്ലത് മാത്രമാണ് കേട്ടതെന്നാണ് വിചാരിക്കുന്നത്. പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് സിനിമയുടെ പേര്? പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ്. ഈശോയുടെ പീഡാനുഭവം എന്ന ഇംഗ്ലീഷ് മൂവി. അതിനുള്ളിൽ കുരിശുമായിട്ട് ശരീരം മുഴുവൻ മുറിഞ്ഞ് വല്ലാതെ ശരീരത്തിലൂടെ രക്തമെല്ലാം വാർന്നൊലിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുരിശുമായിട്ട് ഈശോ പോകുമ്പം ആരോ പുറകിൽ നിന്ന് ഈശോയെ വീണ്ടും തല്ലി. ആ സമയത്ത് കുരിശും ഈശോയുമായിട്ട് ഒന്നിച്ചു പോയി മൂക്കുകുത്തി വീഴുക. ആ നേരം മറിയം പെട്ടെന്ന് കാണുന്നത്, മറിയം 8 വയസ്സുള്ള കുഞ്ഞ് മകനുമായിട്ട് നടക്കുമ്പം കുഞ്ഞ് പെട്ടെന്ന് എപ്പോഴോ ഓടുമ്പം ആ കുഞ്ഞ് പെട്ടെന്ന് പോയി വീഴുന്നുണ്ട്. ആ കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അന്നമ്മ ഓടിയ ഓട്ടം, അമ്മ മറിയ നേരം ഈ കാൽവരിയിലേക്ക് പോകുന്ന യാത്ര ചെയ്യുന്ന മകൻ്റെ പിന്നാലെ. പക്ഷെ അവിടേക്ക് ആരും മറിയത്തെ എത്തിക്കുന്നില്ല. ആ അമ്മ ആ സമയത്ത് അനുഭവിച്ച മാനസികത, ദൈവത്തിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം വല്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് നഗ്നനായി അപമാനിക്കപ്പെട്ട് അവൻ കാൽവരി കുരിശിൽ ആരും ഇല്ലാതെ ഏറ്റവും വലിയ ഒരു കൊലയാളിയെ പോലെ മരിച്ച അവസാനം മടിത്തട്ടിൽ ഈ മകനെ കിട്ടുമ്പം ഈ അമ്മ അനുഭവിച്ച മാനസിക വ്യഥ. പക്ഷേ അവിടെയെല്ലാം നിലനിന്ന മറിയത്തിൻ്റെ മനോഭാവം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നില്ലേ? ഈശോയെ ഹൃദയത്തിൽ സൂക്ഷിച്ചതുകൊണ്ടാണ്, തമ്പുരാനെ ഹൃദയത്തിൽ കിട്ടിയതുകൊണ്ടുള്ള വ്യത്യാസമാണ്. അല്ല എങ്കിലില്ലേ ദൈവത്തെയൊക്കെ തള്ളിപ്പറഞ്ഞനെ മറിയവും